ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. പാലും മൈദയും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐസ്ക്രീമിൻ്റെ റെസിപ്പി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഐസ്ക്രീം ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം ഒരു സോസ് പാനിലേക്ക് 2 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഏത് പാത്രത്തിലാണോ ഐസ്ക്രീം ചെയ്തെടുക്കുന്നത് അതിൽ തന്നെ ആദ്യം മുതലേ എല്ലാം മിക്സ് ചെയ്ത് തുടങ്ങിയാൽ മതി. വേറെ പാത്രത്തിൽ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ പാനിലാണ് ഐസ്ക്രീം റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് 2 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഈ ഒരു മധുരം ഇതിന് കറക്റ്റാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഒരു 3/4 കപ്പ് വരെ എടുക്കാം. ഇതിലേക്ക് പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കോൺഫ്ലോറും യൂസ് ചെയ്യാം. കോൺഫ്ലോർ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി യൂസ് ചെയ്യുകയാണെങ്കിലും ഈ ഒരു അളവിൽ തന്നെ നിങ്ങൾ എടുത്താൽ മതി. പിന്നെ ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ അരിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. മൈദ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഐസ്ക്രീം ചോക്ലേറ്റ് ഫ്ലേവറിൽ ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് ചോക്ലേറ്റ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ ഇത് നേരെ നിങ്ങൾക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ഐസ്ക്രീം റെഡിയാക്കി എടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള കടയിൽ ഏത് ചോക്ലേറ്റ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പ്ലെയിൻ ആയിട്ടുള്ള ചോക്ലേറ്റ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതായത് വേഫർ ഉള്ളത്, നട്ട്സ് ഉള്ളത് അങ്ങനെ യൂസ് ചെയ്യാതെ പ്ലെയിൻ ആയിട്ട് വരുന്ന ചോക്ലേറ്റ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഐസ്ക്രീം റെഡിയാക്കി തുടങ്ങണം. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് കുറഞ്ഞ തീയിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരേണ്ട ആവശ്യമുണ്ട്. അതുവരെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ മാത്രമല്ല നമ്മൾ ചേർത്ത് ചോക്ലേറ്റ് എല്ലാം മെൽറ്റായിട്ട് വരണം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോക്ലേറ്റ് ചേർക്കേണ്ട ആവശ്യമില്ല. പകരം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്താലും മതി. ഇനി വേറെ പ്രോസസ്സൊന്നുമില്ല. നമ്മളിത് ചെറുതായിട്ടൊന്ന് തിക്കായി വരുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. പാലും മൈദയും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചോക്ലേറ്റും മെൽറ്റായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു പരുവെത്തിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇതിപ്പോൾ ഏകദേശം 15 മിനിറ്റായി നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം അത്രയും സമയം എടുക്കും ഇത് തിക്കായി വരാനായിട്ട്. കാരണം നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ചൂടൊക്കെ മാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചൂട് മാറിയതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇതുപോലുള്ളൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. ഇപ്പോൾ വീട്ടിൽ മുൻപ് ഐസ്ക്രീം മേടിച്ച് ഡബ്ബയൊക്കെ ഉണ്ടാകില്ലേ, അതിൽ ഇട്ട് വെച്ചാലും അതിൽ സെറ്റ് ചെയ്യാൻ വെച്ചാലും മതി. അപ്പോൾ ഈ ഐസ്ക്രീമിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. മിനിമം 8 മണിക്കൂറെങ്കിലും ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ഐസ്ക്രീം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാനിത് തലേ ദിവസമാണ് ഐസ്ക്രീമിൻ്റെ കൂട്ട് റെഡിയാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചത്. എന്നിട്ട് ഈ വീഡിയോ എടുക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പോഴേക്കും ഐസ്ക്രീം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് ഒരല്പം ചൂടുവെള്ളം ഒന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലൊരു 2-3 മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഇത് ഏത് പാത്രത്തിലാണോ സെർവ് ചെയ്യേണ്ടത് അതിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയല്ല ഇങ്ങനെ സ്കൂപ്പായിട്ടാണ് കഴിക്കേണ്ടതെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമല്ലേ. അപ്പോൾ ഞാൻ ഇതാ ഡെക്കറേഷനായിട്ട് ഒരല്പം പിസ്ത പൊടിച്ചതും അതുപോലെ തന്നെ ചോക്ലേറ്റ് ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒന്ന് ഡെക്കറേഷനായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെയൊന്നും ചെയ്തെടുക്കണമെന്നില്ല, ഞാൻ വീഡിയോ എടുക്കാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തെടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എക്സാക്റ്റ് വന്നിട്ട് ഇപ്പം നമ്മൾ മുൻപൊക്കെ ഈ ഐസ്ക്രീം വണ്ടികളിലൊക്കെ പോകുന്ന ഒരു ഐസ്ക്രീം ഉണ്ട്, ചോക്ലേറ്റ് ഐസ്ക്രീം. അതിൻ്റെ ഒരു പക്ക ടേസ്റ്റ് ഉണ്ട് ഈ ഒരു ഐസ്ക്രീമിന്. വളരെ ടേസ്റ്റിയാണ്. ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ട് ഈ ഒരു ഐസ്ക്രീം കഴിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്